ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ക്ലാസ് അല്ല. ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം നമ്മുടെ ചാനലിലെ ചില വീഡിയോസ് ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ ശരിയാണ്, ചില വീഡിയോസൊക്കെ അവിടെ ഇവിടെ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് മിസ്സിംഗ് ആയതല്ല, അത് നമ്മൾ യൂട്യൂബിൽ ചില ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെട്ടാൽ മതി നിങ്ങൾക്ക്. സോ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഹോം പേജിൽ മറ്റ് പല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിറച്ച ആടാണ്. എങ്കിലും ചില ആടുകൾ, ചില ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നതാണ്. ചില ആടുകൾ നിങ്ങൾക്ക് അത്ര നല്ല ആടുകളായിട്ട് തോന്നില്ല, നമ്മുടെ വ്യൂവിങ് എക്സ്പീരിയൻസിൽ ബോറടിപ്പിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ആടിൻ്റെ താഴത്തായിട്ടൊരു 3 ഡോട്ട്സ് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് സേയിങ് ദിസ് ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അത് കൊടുത്ത് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ആഡ് ഇനി നിങ്ങൾക്ക് വരില്ല എന്ന് പറയും. ഇനി എന്തുകൊണ്ട് ഈ ആഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ഫീഡ്ബാക്ക് കൂടെ കൊടുക്കാൻ അവർ പറയും. അപ്പോൾ ഇറവലൻ്റ് ആണോ, ഇന്നപ്രോപ്രിയേറ്റ് ആണോ, റിപ്പീറ്റേറ്റീവ് ആണോ എന്താണെന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇറലവൻ്റ് എന്ന് കൊടുക്കുന്നു, എന്നിട്ട് അത് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ആഡ് അവിടെ നിന്ന് പോകും. എന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ആഡ് വരില്ല എന്നല്ല, ആഡ് വരും. അപ്പോൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ആഡ് നിങ്ങൾക്ക് വരില്ല. ചില പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് ഒരു എന്താ പറയുക, ഒരു സുഖക്കുറവുണ്ടാകും. ആ ആടുകൾ ഇനി വരാതെ റിപ്പീറ്റ് ചെയ്യാതെ നമ്മുടെ യൂട്യൂബ് നോക്കിക്കോളും കേട്ടോ. അതുപോലെ തന്നെ ചില ചാനലുകൾ നിങ്ങളറിയാതെ എപ്പോഴെങ്കിലും നോക്കിയിട്ടുള്ള, പണ്ട് കാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുള്ള ചില ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇനി കാണണ്ട എന്നാണ് താല്പര്യമെങ്കിൽ അത്തരം കണ്ടൻറ്റുകൾ വന്നാലും എന്ത് ചെയ്യാം, അവിടെയും 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺസബ്സ്ക്രൈബ് ചെയ്യാം. ഓഫ് കോഴ്സ് ഇനി അൺസബ്സ്ക്രൈബ് ചെയ്താലും ചിലതൊക്കെ വലിഞ്ഞു കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോണ്ട് റെക്കമെൻഡ് പോസ്റ്റ് ഫ്രം ദിസ് ചാനൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അതും അങ്ങ് പൊക്കോളും, പിന്നെ അതിൻ്റെ ശല്യവും ഉണ്ടാവുകയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ചാനലിലേക്ക് വരാം. നമ്മുടെ വീഡിയോസ് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ചാനലിൻ്റെ പേര് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. VPT PSC എന്നാണ് ചാനലിൻ്റെ പേര്. നേരെ വരിക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യം ഇവിടെ ഇങ്ങനെ VPT PSC സബ്സ്ക്രൈബേഴ്സിന് എണ്ണവും അതുപോലെ തന്നെ 215 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും താഴെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ താഴത്തേക്ക് ഒരു ആരോ മാർക്ക് കാണും. അവിടെ നിങ്ങൾ ഓൾ എന്നുള്ളതാണ് ഇനേബിൾഡ് ആയിട്ടുള്ളതെന്ന് നോക്കിയേക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ കണ്ടൻറ്റുകളും, ലൈവ് ആയിക്കോട്ടെ, ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, റെക്കോർഡർ വീഡിയോ ആയിക്കോട്ടെ, ഇനി കമ്മ്യൂണിറ്റി ടാബിലുള്ള പോസ്റ്റുകളായിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഈ VPT PSC എന്നുള്ള നമ്മുടെ ചാനലിൻ്റെ നെയിമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന അടുത്തൊരു പേജിലേക്കായിരിക്കും. ഈ പേജിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ഹോം എന്ന് പറയുന്നത്, ഈ മെയിലിൽ ഇവിടെ ഹോം എന്ന് നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് സൈഡിൽ ആ കോർണറിൽ. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഹോം എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോസ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് വീഡിയോസ് ഒന്നും നിലവിൽ മിസ്സായി പോയിട്ടില്ല. എന്നാൽ നിങ്ങൾ ചില ആളുകളെങ്കിലും വീഡിയോസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടാബ് ഉണ്ടല്ലോ, മെയിലിൽ രണ്ടാമത്തെ ടാബ് ഉണ്ടല്ലോ, അതിൽ ആ വീഡിയോസ് എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ ചില വീഡിയോസൊക്കെ അവിടെ മിസ്സിങ് ആണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്ത് നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ് മാത്രമായിരിക്കും ഉണ്ടാകുക. അവിടെ എന്തില്ല, ലൈവ് കണ്ടൻറ്റുകൾ വന്നിട്ടില്ല. ലൈവ് കണ്ടൻറ്റുകൾ ഇപ്പുറത്ത് മാറി സെപ്പറേറ്റ് ലൈവ് എന്ന് പറയുന്നൊരു ഹെഡിങ്ങിന് താഴത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ലൈവ് വീഡിയോസ് അവിടെ ആയിരിക്കും ഉണ്ടാകുക. അതേസമയത്ത് നമ്മൾ ആ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ, ഇതെല്ലാം ഉണ്ട്. ഈ പറയുന്ന ലൈവ് വീഡിയോസും റെക്കോർഡ് വീഡിയോസും എല്ലാം നിങ്ങൾക്ക് കാണാം. ഇനി ലൈവ് റെക്കോർഡ് തിരിച്ചാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ, റെക്കോർഡ് വീഡിയോസ് ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ വീഡിയോസിലേക്ക് വരിക. ഇനി ലൈവ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ അത് ലൈവിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ള വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ അതാത് സെഷനുകളിൽ പോപ്പുലർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോസ്, കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോസ് വെച്ചിട്ട് അപ്പോൾ അത്ര എന്താ പറയുക, ബെറ്റർ വീഡിയോസ് ഏതാണോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ അത് കൂടാണ്ട് നമുക്ക് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ടാബിൽ നമ്മൾ വ്യത്യസ്ത പ്ലേലിസ്റ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഡിഗ്രി ലെവലിൻ്റെ 20 ഡേയ്സ് ചലഞ്ചിൽ ഒരു 26 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണുക. ദെൻ ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് നമ്മൾ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ, ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ടോ അത് ഞാൻ ആഡ് ചെയ്തോളാം. ദെൻ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. SCRT സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ 12 വീഡിയോസാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ജോഗ്രഫിയുടെ 8 വീഡിയോസ്, പ്ലേലിസ്റ്റ് തിരിച്ചിട്ടിരിക്കുന്ന 8 വീഡിയോസ് ഉണ്ട്. ബയോളജിയുടെ എക്സാമുകൾ നമ്മുടെ 6 എക്സാമുകൾ നടത്തിയിട്ടുണ്ട്. ദെൻ മോക്ക് ടെസ്റ്റുകൾ സെപ്പറേറ്റ് വേറെ, ഇംഗ്ലീഷ് അല്ലാതെ കണ്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഒരു 6 പ്ലേലിസ്റ്റിലുണ്ട്. മനുഷ്യ ശരീരം, ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട് ഒരു 15 വീഡിയോസ് നമ്മുടെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്ലേലിസ്റ്റുകളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബുണ്ട്. കമ്മ്യൂണിറ്റി ടാബിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരണമെങ്കിൽ അതും ഞാൻ അതുവഴി തരുന്നുണ്ട്. ഡീറ്റെയിൽസൊക്കെ അവിടെ വരുന്നുണ്ട്. ദെൻ അതും ഒന്ന് കയറി കണ്ടേക്കുക. ദെൻ നമ്മുടെ ചാനൽസ്, നമുക്ക് ഏതെങ്കിലും ചാനലുകൾ ഉണ്ടെങ്കിൽ ഇതിവിടെ കാണാം. നിലവിൽ ഞാൻ നമ്മുടെ സെക്കൻഡറി ചാനൽ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, അത് ഞാൻ ആഡ് ചെയ്തോളാം കേട്ടോ. നമ്മുടെ സെക്കൻഡറി ചാനൽ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. VPT വ്ളോഗ്സ് എന്നുള്ളതാണ് സെക്കൻഡറി ചാനൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഒരു സെക്കൻഡ്. അതിന് മുമ്പ് ഇവിടെ എബൌട്ട് എന്ന് പറയുന്ന റൈറ്റ് കോർണറിലുള്ളതിൽ വന്നു കഴിഞ്ഞാൽ
ചാനലിൻ്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഏത് ബ്രൗസറാണോ ആ ബ്രൗസർ ഉപയോഗിച്ച് കയറുക. നേരെ അത് ക്ലിക്ക് ചെയ്ത് അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ അതിൽ ഓടായി കഴിയുമ്പോൾ നമ്മൾ ടെലിഗ്രാമിൽ ഓപ്പൺ ചെയ്യണോ എന്നുള്ളൊരു ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ ടെലിഗ്രാമിലേക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് ചെയ്താൽ മതിയാവും. ഇതിനടുത്ത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫേസ്ബുക്ക് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നിലവിൽ അത്ര കണ്ട് ആക്റ്റീവ് ഒന്നുമല്ല. എനിവേ ഓക്കെ, ഇതെൻ്റെ പേഴ്സണൽ ഫേസ്ബുക്കാണ്. ഓക്കെ ഫൈൻ, അത് പോട്ടെ. അപ്പോൾ എന്തായാലും ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇതിൻ്റെ കൂടാണ്ട് നമ്മുടെ VPT വ്ളോഗ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ VPT വ്ളോഗ് എന്നുള്ള നമ്മുടെ എന്താ പറയുക വ്ളോഗിങ് ചാനൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചേ ഉള്ളൂ. അതിൽ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ കണ്ടൻറ്റുകൾ നമ്മൾ വലിയ താമസമില്ലാതെ കണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് അവിടെ നിങ്ങളോട് പറയാനുള്ളത്. ദെൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. വീഡിയോ ടാബിൽ റെക്കോർഡിംഗ് മാത്രമായിരിക്കും, ലൈവിൽ ആയിരിക്കും ലൈവ് വീഡിയോസ് വരിക. ഹോമിലാണെങ്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൃത്യമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ കൂടുതൽ വീഡിയോസ് വരുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന വീഡിയോസ് 216 വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് കയറി കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കാണുക. എല്ലാ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അത്രയൊക്കെ ഉള്ളേ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു.